ഹലോ ഗൈസ്, ഞങ്ങളിന്ന് പുറത്തോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടത് കാണിച്ചു തരാം. കടക്കര നല്ല ടൈറ്റിലായിരുന്നു കെട്ടിയത്, അതുകൊണ്ട് അഴിക്കാനും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടു. നെല്ലിക്ക നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ ചൂടാക്കാൻ വെച്ചു. ആ ചൂടാവുന്ന സമയം കൊണ്ട് വേണം എനിക്ക് അരി ഇടാനായിട്ട്. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ അരി ഇടുന്നത്. എളുപ്പപ്പണി അതല്ല ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. എനിക്ക് അരി പച്ചയ്ക്ക് ഇടുന്ന ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണേ. നേരെ വെള്ളം ചൂടായി 2 സ്പൂൺ ഉപ്പ് അതിലോട്ട്. ആ ഓഫ് ആയതിന് ശേഷമാണ് ഞാൻ നെല്ലിക്ക അതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ടത് കേട്ടോ. ഞാൻ ലാസ്റ്റായിരുന്നു പച്ചമുളക് ഇട്ടത്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നടുവേന്ന് കീറിയിട്ടായിരുന്നു നെല്ലിക്കയിൽ ഇട്ടത്. കുറച്ച് തണുത്തതിന് ശേഷം വേറൊരു ബോട്ടിലോട്ട് ഞങ്ങൾ മാറ്റി കേട്ടോ. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണമായിരുന്നു. ഇതാണ് ഞാൻ ഉപ്പിലിട്ട നെല്ലിക്ക. കൊള്ളാവോ? ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിൽ കുറ്റം പറയാനായിട്ട് ഇവൻ എപ്പോഴും വരും കേട്ടോ. ഞങ്ങൾ നേരെ മീൻ മാർക്കറ്റ് ഇപ്പോൾ അവിടെ നിന്ന് മീൻ മേടിച്ച് അവർ തന്നെ അവിടെ നിന്ന് ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിൽ വന്ന് ഇഞ്ചിഞ്ചറും ഗാർലിക്കും ഒനിയനും ഇട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ മസാലകളെല്ലാം ചേർത്തു. ഇത് കഴുകി വെച്ച മീനാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിരുന്നു ഞങ്ങൾ സവാള ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സവാള ഒന്ന് വാടിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഓരോരോ മീനുകളായിട്ട് അതിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.